കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ നമുക്ക് കാണുവാൻ, കർത്താവിനെ സ്തുതിപ്പാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിൻ്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം സ്തെഫാനോസിൻ്റെ പ്രസംഗമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ. മിസ്രൈം അബ്രഹാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് മിസ്രൈമിൽ ഇസ്രായേൽ ജനം അടിമകളായി കിടക്കുന്ന കാലഘട്ടം, മോശയിലൂടെയുള്ള ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പ്, അതിനെ തുടർന്ന് ഏറ്റവും അവസാനമായിട്ട് യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ് സ്തെഫാനോസ് രക്തസാക്ഷിയായി മാറുന്നത്. അതിൽ പരാമർശിച്ച ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. നമുക്കറിയാം ആ ഭാഗം വായിച്ചത് ഇങ്ങനെയാണ് അല്ലേ. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. എന്തുവാണ് എൻ്റെ അർത്ഥം? അബ്രഹാം യാഗം കഴിച്ച സമയത്ത് ആ യാഗത്തിൽ വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ, ആ മിസ്റ്റേക്കാണ് അബ്രഹാമിൻ്റെ മേലും അബ്രഹാമിൻ്റെ തലമുറ മേലും വെളിപ്പെടുന്ന ശാപത്തിന് കാരണമായത്. അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്കാണ്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പാർക്കും, അതിനുശേഷം ഞാനവരെ പുറത്തു കൊണ്ടുവരും, വാഗ്ദത്ത ദേശത്ത് ഞാനവരെ എത്തിക്കും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ സ്തെഫാനോസ് പറയുന്നത്, അപ്പം മിസ്രൈമ്യരുടെ അടിമകളായിട്ട്, അല്ലെങ്കിൽ മിസ്രൈമ്യരുടെ അകത്ത് സ്തോത്രം പ്രവാസത്തിൽ അടിമകളായിട്ട് പാർക്കേണ്ടി വന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൂതിൻ്റെ നിവർത്തീകരണമാണ് അല്ലേ. എന്തുവതിൻ്റെ അർത്ഥം? നമ്മളുമായിട്ടൊന്ന് അതിനൊന്ന് കണക്ട് ചെയ്ത്, ചില കഷ്ടതകൾ അല്ലേ, ചില പ്രയാസങ്ങൾ, ചില വ്യക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കുന്നത്, ചില സ്തോത്രം സമൂഹമോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ നമ്മളെ ആക്രമിക്കുന്ന തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലേ. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാരോ ഇല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സഭാമണ്ഡലത്തിൽ നിന്നോ ഇല്ലെങ്കിൽ സ്തോത്രം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളോ ഒക്കെ നമുക്കെതിരെ സ്തോത്രം എന്തു ചെയ്യാം, പ്രതിസന്ധികൾ കടത്തിവിടാറുണ്ട്. നമ്മളെ തകർക്കുവാൻ, നമ്മളെ നശിപ്പിക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട് അല്ലേ. എന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഹിതമാണ് അവിടെ നിറവേറുന്നത് അല്ലേ. യേശു കർത്താവ് ക്രൂശി ചുമക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇസ്രായേൽ ജനം 400 വർഷം അടിമകളായിട്ട് മിസ്രൈമിൽ കിടക്കേണ്ടി വരുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വരുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിലും മിസ്രൈമിനെ 400 വർഷം പീഡിപ്പിച്ച, ഇസ്രായേലിനെ 400 വർഷം പീഡിപ്പിച്ച മിസ്രൈമിനോട് ദൈവം കണക്ക് ചോദിക്കാതെ ഇരുന്നില്ല. അതാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ ദൈവഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, നമ്മൾ അനുഭവിച്ചു തന്നെയാകണം. പക്ഷേ സ്തോത്രം അതിന് കാരണമാകുന്ന വ്യക്തികളോട്, അത് കാരണമാകുന്ന സമൂഹത്തോട്, അതിന് കാരണമാകുന്ന സ്തോത്ര തലങ്ങളോട് ദൈവം കണക്ക് ചോദിക്കാതെ പോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും വിഷയത്തെ പ്രതി, ഏതെങ്കിലും സ്തോത്ര നിന്നയെ പ്രതി, ആരെങ്കിലും നിന്നെ തകർക്കുവാൻ നോക്കിയത്, നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയത്, നിന്നെ ഉടയ്ക്കാൻ നോക്കിയത്, നിനക്കെതിരെ അപവാദത്തിൻ്റെ സ്തോത്രം അല്ലെങ്കിൽ കുന്തമുനകൾ നിനക്കെതിരെ എയ്തു വിട്ടത്, സ്തോത്രം അതിനെ പ്രതി നീ ഭാരപ്പെട്ടത്, വിഷമിച്ചത്, കരഞ്ഞത്, ഇതൊന്നും കാണാതെ പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അല്ലേ. ഇവിടെ സ്തെഫാനോസ് പറയുകയാണ്, മിസ്രൈമിനെ സേവിച്ചു എന്നുള്ള സത്യമാണ്, എന്നാൽ ആ ജാതിയെ സ്തോത്രം ദൈവം ന്യായം വിധിക്കും എന്ന് പറയുകയാണ്. അടുത്ത് പറയുന്നത്, അതിൻ്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കണം, നമ്മളെ തകർത്ത മണ്ഡലങ്ങളോട്, നമ്മളെ നശിപ്പിക്കാൻ നോക്കിയ മേഖലകളെ ദൈവം ന്യായം വിധിക്കും. സ്തോത്രം പിന്നീട് വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സേവിക്കത്തക്ക രീതിയിൽ, ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ സാഹചര്യത്തെ ദൈവം ഒരുക്കുമെന്ന് ദൂത് കൈമാറുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ചില വിഷയങ്ങളിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയത്തക്ക രീതിയിലും, ആരാധന നന്ദിയാണല്ലോ, ആരാധിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിലും, നമ്മളെ തകർക്കാൻ നോക്കിയ മേഖലകളെ ദൈവം ന്യായം വിധിക്കത്തക്ക രീതിയിലും ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായിട്ട് വെളിപ്പെടും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.